രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ അന്ന് മുകേഷ് MLA-ക്കെതിരെ ഈ ആരോപണം ഉണ്ടാകുമ്പോൾ രാഹുൽ ആഞ്ഞടിച്ചതും പറഞ്ഞതൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലാണ്. അപ്പോൾ അതൊക്കെ പറയുമ്പോഴും രാഹുൽ വെറുതെ പറയുന്നതായിരുന്നു. യഥാർത്ഥത്തിൽ ഒരു പ്രസംഗം ഫോർ ദ സേക്ക് ഓഫ് എ പ്രസംഗത്തിന് വെറുതെ പറയുന്നതായിരുന്നു. ഫോർ ദ സേക്ക് ഓഫ് എ പ്രസംഗമല്ല. ഇന്നത്തെ ദിവസവും എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒന്നാമത് പറഞ്ഞു തൊട്ട് ഇപ്പോൾ വരെ പറയുന്നു, ഇന്നത്തെ ദിവസം വരെ ഒരാളെ പോലും ഒരു ബാഡ് ടച്ച് പോലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അനുവാദമില്ലാതെ ഒരു ഷെയ്ക്ക് ഹാൻഡ് പോലും ഞാൻ ഒരാൾക്കും കൊടുത്തിട്ടില്ല. ആ കോൺഫിഡൻസിൽ നിന്നുകൊണ്ടും ഈ രാജ്യത്ത് ഏതെങ്കിലും ഒരു നിയമത്തെ വയലേറ്റ് ചെയ്തുകൊണ്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലാത്തുള്ളതുകൊണ്ടും എനിക്ക് വളരെ കൺവിൻസ്ഡായിട്ട് കൺവിക്ഷനോടുകൂടി തന്നെ ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഞാൻ ഇതിൻ്റെ അതർ സൈഡ് കൂടി കാണുന്നുണ്ട് എന്നുള്ളത് മാത്രം. ഇനി ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ താങ്കൾ ഇതെല്ലാം പറഞ്ഞല്ലോ, ഈ ഷെയ്ഡി എന്നൊക്കെ പറഞ്ഞല്ലോ. ഇപ്പോൾ ഈ കേസുകൾ കോടതി തീരുമാനിച്ചോട്ടെ, 3 കേസുകൾ. ബാക്കിയുള്ള കാര്യങ്ങൾ ആരോപണങ്ങൾ വരുന്നത് ഞാൻ മറുപടിയും പറയാം. ഇനി പരാതി വരുമോ? അല്ല, ഞാൻ പറയട്ടെ. ഞാൻ എന്തു വന്നാലും ഇനി പരാതി വരുമെന്ന് ഉറപ്പുണ്ടോ രാഹുൽ? ശ്രീ ഹാഷ്മി, ഞാനൊരു തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ, ഞാൻ ആരെങ്കിലും അതിക്രമിച്ചതിൻ്റെ പേരിൽ, ഞാൻ ആരെങ്കിലും അനുവാദമില്ലാതൊന്ന് തൊട്ടതിൻ്റെ പേരിൽ സത്യസന്ധമായ ഒരു പരാതി എൻ്റെ ജീവിതത്തിൽ ഒരാളും പറയില്ല. എൻ്റെ ജീവിതത്തിൽ ഒരാളും പറയില്ല. അതാണ് അതിന്റെ കൺക്ലൂഷൻ. അപ്പൊ രാഹുലിന്റെ ബോധ്യങ്ങൾ, ജനത്തിന്റെ ബോധ്യങ്ങൾ, കോടതിയുടെ ബോധ്യങ്ങൾ. വരട്ടെ, കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.